IAS തലപ്പത്തെ ചേരിപ്പോരാണ്. ആ ചേരിപ്പോര് നീങ്ങുന്നത് അസാധാരണമായൊരു നിയമ പോരാട്ടത്തിലേക്കാണ്. പ്രത്യക്ഷത്തിൽ തന്നെ കടുത്ത അച്ചടക്ക ലംഘനമാണ് പ്രശാന്ത് നടത്തിയിട്ടുള്ളത് എങ്കിലും തിരക്കിട്ട നടപടി ഉണ്ടാകില്ല. നിയമോപദേശത്തിന് ശേഷം തുടർ നീക്കങ്ങൾ മതി എന്നാണ് തീരുമാനം. തീർത്തും അസാധാരണമായ സാഹചര്യം. സംസ്ഥാനത്തെന്ന് മാത്രമല്ല, രാജ്യത്ത് തന്നെ മുൻപുണ്ടായിട്ടില്ലാത്ത നീക്കമാണ് N. പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിനും വ്യക്തതയില്ല. പിന്തുടരാൻ മുൻ മാതൃകകളുമില്ല. നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. അതിനാൽ സർക്കാരിന്റെ തുടർ നീക്കവും വ്യക്തമായ നിയമോപദേശത്തിന് ശേഷമാകും. പ്രശാന്തിന്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു. എന്നാൽ എല്ലാ പഴുതുകളും അടച്ചുള്ള നടപടിയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരമാണ് ചീഫ് സെക്രട്ടറിയോട് മറുപടി ആവശ്യപ്പെട്ട് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്ത് കത്ത് നൽകിയത്. ഡോക്ടർ A. ജയതിലകിനെതിരെയുള്ള പരസ്യ വിമർശനത്തിന് സസ്പെൻഷനിലാണ് പ്രശാന്ത്. സസ്പെൻഷനിൽ തുടരുമ്പോഴും പരസ്യ വിമർശനം ആവർത്തിച്ചതിനാലാണ് ചാർജ് മെമ്മോ നൽകിയത്. അപ്പോഴും ചീഫ് സെക്രട്ടറിയെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്ന നീക്കമാണ് പ്രശാന്ത് നടത്തിയത്. ഏതായാലും സിവിൽ സർവീസ് ചരിത്രത്തിലെ തന്നെ അത്യസാധാരണമായ നിയമയുദ്ധത്തിനാണ് കളമൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.